തകർന്നടിഞ്ഞ റോഡുകൾ, മുക്കിലും മൂലയിലും മയക്കുമരുന്ന് വിൽപ്പനക്കാർ, മാലിന്യ കൂമ്പാരങ്ങൾക്കും തെരുവു നായകൾക്കും ഇടയിൽ കളിക്കുന്ന ബാല്യങ്ങൾ. ആ പ്രദേശത്ത് താമസിക്കുന്ന ഓരോ ആളുകളും കരുതുക, എങ്ങനെയെങ്കിലും ഈ പ്രദേശത്ത് നിന്ന് വിട്ടുപോകണം. അവിടെ താമസിക്കുന്ന ഓരോ ആളുകളുടെയും ലക്ഷ്യം ഒന്നു മാത്രമായിരുന്നു: എങ്ങനെയെങ്കിലും ഈ ദാരിദ്ര്യം കൊടികുത്തി വാഴുന്ന നഗരത്തിൽ നിന്ന് പുറത്തു കടക്കണം. സ്പെയിനിലെ റോക്കഫോണ്ട എന്ന് പറയുന്ന ആ കുഗ്രാമത്തിലെ ഒരു വീടിനെ കുറിച്ച് നിങ്ങൾ സങ്കല്പിക്കൂ. 10 ആളുകൾ അടങ്ങുന്ന ഒരു കുടുംബം, ഒരു മേൽക്കൂരക്ക് കീഴിൽ 10 അംഗങ്ങൾ താമസിക്കുന്ന തിങ്ങി നിറഞ്ഞ ഒരു വീട്. ഈ ദാരിദ്ര്യത്തിൽ നിന്നും ഒരു ബാലൻ 17-ാം വയസ്സിൽ ലോകത്തിന്റെ നെറുകയിൽ ലോക ഫുട്ബോളിൽ ഇതിഹാസം രചിക്കുമെന്ന് ആർക്കെങ്കിലും സങ്കല്പിക്കാൻ കഴിയുമോ? എല്ലാ സങ്കല്പങ്ങളും തകർത്തുകൊണ്ട് 19-ാമത്തെ വയസ്സിൽ ലോക ഇതിഹാസ താരമായ അർജന്റീനയുടെ മെസ്സിക്കൊപ്പം ലോകകപ്പ് ഫൈനലിൽ കളിക്കുന്ന ആ ബാലന്റെ പേരാണ് ലമീൻ യമാൽ നസ്രാവി യബാന. കേവലം ഒരു ഫുട്ബോൾ പ്ലെയറുടെ കഥയല്ല യമാലിന്റെ കഥ. ഒരു സ്വപ്നത്തിൽ നിങ്ങൾ ഉറച്ചു നിന്നാൽ, അതിനുവേണ്ടി കഠിനമായി പരിശ്രമിച്ചാൽ, ലോകം എത്ര തവണ നിങ്ങളെ താഴേക്ക് വലിച്ചാലും ഉയരത്തിലെത്താൻ കഴിയുമെന്ന് തെളിയിച്ച കഥ. 2007 ജൂലൈ 13 ബാഴ്സലോണക്കടുത്ത ഗ്രാമത്തിൽ ഒരാൺകുഞ്ഞ് പിറക്കുന്നു. അവന് രക്ഷിതാക്കൾ നൽകിയ പേര് ലാമിൻ യമാൽ. ആ പേര് യാദൃശ്ചികമായി തെരഞ്ഞെടുത്തതായിരുന്നില്ല. കുടുംബം സാമ്പത്തികമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ അവരെ സഹായിച്ച 2 മനുഷ്യരുടെ ഓർമ്മക്കായിരുന്നു ലാമിൻ യമാൽ എന്ന പേര് നൽകാൻ കാരണം. നന്ദിയുടെയും കടപ്പാടിൻ്റെയും അടയാളമായിരുന്നു ലാമിൻ യമാൽ എന്ന പേര്. അറബിയിൽ സൗന്ദര്യത്തെ കുറിക്കുന്ന ജമാൽ എന്ന പദത്തിൽ നിന്ന് തന്നെയാണ് യമാൽ ഉണ്ടാകുന്നത്. ആർക്കും അറിയാത്ത ആ പേര് 2026 ലോകകപ്പ് ഫുട്ബോൾ വേദിയിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ജീവിക്കാനുള്ള സ്വപ്നങ്ങളുമായി മൊറോക്കോവിൽ നിന്ന് വന്ന മുനീർ നസ്രോയിയാണ് ലാമിൻ യമാലിന്റെ പിതാവ്. തൻ്റെ കുടുംബത്തിന് നല്ല ഒരു ഭാവി നൽകുക എന്ന ഒരു സ്വപ്നം മാത്രമായിരുന്നു മുനീർ നസ്രോയിയുടെ മനസ്സിലുണ്ടായിരുന്നത്. അദ്ദേഹം പെയിന്ററായി ജോലി ചെയ്തു. പുലർച്ചെ തന്നെ എഴുന്നേറ്റ് ബ്രഷുകളും പെയിന്റ് ബക്കറ്റുകളുമായി അദ്ദേഹം പുറപ്പെടും. വീടുകൾ, ഓഫീസുകൾ, കെട്ടിടങ്ങളുടെ പുറം ഭാഗങ്ങൾ, ജോലി കിട്ടുന്നിടത്തെല്ലാം അദ്ദേഹം പെയിന്റ് ചെയ്തു. കൈകളിൽ കഠിനാധ്വാനത്തിന്റെ അടയാളങ്ങൾ വീണിരുന്നു. എന്നാൽ അദ്ദേഹം പരാതിപ്പെട്ടില്ല. അദ്ദേഹം കുടുംബത്തിന് വേണ്ടി പോരാടുകയായിരുന്നു. ലമീൻ യമാലിന്റെ മാതാവ് ഷീല യബാന ആഫ്രിക്കയിലെ ഇക്വറ്റോറിയയിൽ നിന്ന് വന്ന എമിഗ്രന്റ് ആയിരുന്നു. നല്ല ജീവിതത്തിനായുള്ള പ്രതീക്ഷയുമായിട്ടാണ് അവരും ആഫ്രിക്കൻ രാജ്യത്ത് നിന്ന് സ്പെയിനിൽ, യൂറോപ്പിലെത്തുന്നത്. റെസ്റ്റോറൻറ്റുകളിലായിരുന്നു അവർ ജോലി ചെയ്തിരുന്നത്. ദിവസവും 10-12 മണിക്കൂർ അവർ ജോലി ചെയ്തു. മൊറോക്കോവിൽ നിന്ന് വന്ന മുനീർ നസ്രോയിയും ആഫ്രിക്കയിൽ നിന്ന് വന്ന ഷീല യബാനയും സ്പെയിനിൽ വെച്ച് കണ്ടുമുട്ടുകയും അങ്ങനെ വിവാഹിതരാവുകയും കുടുംബജീവിതം ആരംഭിക്കുകയുമായിരുന്നു. ജീവിതം അവർക്കായി എളുപ്പമുള്ള വഴിയൊന്നും ഒരുക്കിയിരുന്നില്ല. ഒടുവിൽ അവർ ബാഴ്സലോണക്കടുത്ത റോക്കഫണ്ട എന്ന പ്രദേശത്ത് താമസം ആരംഭിച്ചു. നഗരത്തിന്റെ സമ്പന്നമായ ഭാഗത്തല്ല, വലിയ കഫേകളും മനോഹരമായ തെരുവുകളുമുള്ള പട്ടണമായിരുന്നില്ല അത്. പകരം ദാരിദ്ര്യവും കുറ്റകൃത്യവും അവഗണനയും നിറഞ്ഞ ഒരു പ്രദേശം. റോക്കഫോണ്ട വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിയ കുടിയേറ്റക്കാരുടെ ഒരു പ്രദേശം. മൊറോക്കോ, സെനഗൽ, പാകിസ്ഥാൻ, റൊമാനിയ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ആളുകൾ എല്ലാവരും നല്ല ഭാവിക്കായി യൂറോപ്പിലെത്തിയവരായിരുന്നു. എന്നാൽ അവരെല്ലാവരും കുടുങ്ങിപ്പോയത് ദാരിദ്ര്യത്തിന്റെയും പ്രതീക്ഷയില്ലായ്മയുടെയും ഒരു ലോകത്തായിരുന്നു. ലാമിൻ യമാലിന്റെ കുടുംബവും താമസിച്ചത് അതേ പ്രദേശത്തായിരുന്നു. ഒരു ചെറിയ വീട്, 10 പേർ, വലിയ മുറികളില്ല, സൗകര്യങ്ങളില്ല, ആഡംബരങ്ങളില്ല. കുട്ടികൾ പലപ്പോഴും ഉറങ്ങിയത് നിലത്ത് വിരിച്ച മെത്തകളിൽ. എന്നാൽ കൊടിയ ദാരിദ്ര്യത്തിനിടയിലും യമാലിന്റെ കുടുംബത്തെ ഒന്നിപ്പിച്ച 3 കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന് സ്നേഹമായിരുന്നു, രണ്ടാമത് കുടുംബ ബന്ധമായിരുന്നു, മൂന്നാമത്തത് അവരുടെ കറകളഞ്ഞ വിശ്വാസമായിരുന്നു. മതവിശ്വാസം ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു. ദിവസവും 5 നേരത്തെ നിസ്കാരവും വെള്ളിയാഴ്ച ദിവസത്തെ ജുമയും റമദാനിലെ വ്രതവും ആ കുടുംബം ഉപേക്ഷിച്ചിരുന്നില്ല. വിധിയെ പുണരാൻ, അവഹേളനങ്ങൾ സഹിക്കാൻ,
ദാരിദ്ര്യത്തെ ഫേസ് ചെയ്യാൻ, മറ്റുള്ളവരുടെ പരിഹാസം സഹിക്കാൻ ജലമായ വിശ്വാസം അവർക്ക് കരുത്തു പകർന്നു. ജീവിതത്തിൽ തളരാതെ അവർ മുന്നോട്ടു പോയി. എന്നാൽ ലാമിന് 3 വയസ്സാകുമ്പോൾ കുടുംബത്തിൽ മറ്റൊരു ദുരന്തം സംഭവിച്ചു. മാതാപിതാക്കൾ ഡിവോഴ്സായി. ലമീൻ യമാലുമായി മറ്റൊരു നഗരത്തിലേക്ക് പോയി. യമാലിൻ്റെ ബാല്യം 2 നഗരങ്ങൾക്കിടയിൽ വിഭജിക്കപ്പെട്ടു. കുറേ ദിവസം മാതാവിനൊപ്പം, പിന്നീട് കുറേ ദിവസം തൻ്റെ പിതാവിനൊപ്പം. വിവാഹമോചിതരായിട്ടും യമാലിൻ്റെ കാര്യത്തിൽ മാതാവും പിതാവും ഒരു വിട്ടുവീഴ്ചയും ചെയ്തില്ല. അവൻ്റെ എല്ലാ പിന്തുണയും നൽകി. മോചനത്തിന് ശേഷം ഷീല സിംഗിൾ മദറായ അവർ റെസ്റ്റോറൻറ്റുകളിൽ രാപ്പകലില്ലാതെ ജോലി ചെയ്തു. അപ്പോഴാണ് അവർ കുഞ്ഞു യമാലിൻ്റെ ഫുട്ബോളിനോടുള്ള അഭിനിവേശം കാണുന്നത്. തൻ്റെ സഹപ്രവർത്തകയുമായി പങ്കുവെക്കുന്നതിലൂടെ സഹപ്രവർത്തകർക്ക് ഫുട്ബോളുമായി ബന്ധമുള്ള ഒരാളെ പരിചയമുണ്ടായിരുന്നു. യുവതാരങ്ങളെ പരിശീലിപ്പിക്കുന്ന ഒരു ക്ലബ്ബുമായി ബന്ധമുള്ള ആളായിരുന്നു. എൻ്റെ മകന് ഫുട്ബോൾ വളരെ ഇഷ്ടമാണ്, എന്നാൽ അവന് ട്രെയിനിങ്ങിന് നൽകാൻ ആവശ്യമായ പണം ഞങ്ങളുടെ കൈവശമില്ല. ഫുട്ബോൾ പഠിക്കണമെങ്കിൽ അവനെ കൊണ്ടുവരൂ. പണത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. ആ വാക്കുകൾ അവർക്ക് അനുഗ്രഹീതമായി മാറി. 2011 യമാലിന് കേവലം 4 വയസ്സുള്ളപ്പോൾ ഷീല കുഞ്ഞിനെ ആ ഫുട്ബോൾ ക്ലബിൽ വിട്ടു. അവർ ജോലി ചെയ്തിരുന്ന റെസ്റ്റോറൻറ്റിൻ്റെ തൊട്ടടുത്തായിരുന്നു ഈ ഫുട്ബോൾ ക്ലബ്ബ്. മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തനായി പന്തുമായി ഒരു ഇഴയടുപ്പം യമാലിനുണ്ടായിരുന്നു. പരിശീലകർ അവൻ്റെ കഴിവ് തിരിച്ചറിഞ്ഞു. ലമീൻ്റെ പരിശീലനം തന്നെക്കാൾ പ്രായമുള്ള കുട്ടികളോടൊപ്പമായിരുന്നു. 2014 7 വയസ്സുകാരനായ ലമീൻ യമാലിൻ്റെ പേര് കാറ്റലോണിയയിലെ ഫുട്ബോൾ വൃത്തങ്ങളിൽ പരക്കാൻ തുടങ്ങി. ബാഴ്സലോണ സ്കൗട്ട് ഒരിക്കൽ യമാലിൻ്റെ പ്രകടനം കാണുകയുണ്ടായി. അദ്ദേഹം വർഷങ്ങളായി യുവതാരങ്ങളെ നിരീക്ഷിക്കുന്ന ആളായിരുന്നു. ലമീനെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ മാറി. ചുരുണ്ട മുടിയുള്ള ആ ചെറിയ കുട്ടിയുടെ പ്രകടനത്തിൽ അദ്ദേഹം വിസ്മയഭരിതനായി. സ്കൗട്ട് തൻ്റെ റിപ്പോർട്ടിൽ 3 കാര്യങ്ങൾ ആ ബാലനെക്കുറിച്ച് എഴുതി വച്ചു. ഒന്നാമതായി, അവൻ കളി ആസ്വദിക്കുന്നു. രണ്ടാമത്, പാസിങ്ങിൽ മികവ് പുലർത്തുന്നു. മൂന്നാമതായി, അവൻ സ്വാർത്ഥനല്ല. ടീം എന്ന സ്പിരിറ്റുള്ള ആളാണ്, സ്വാർത്ഥനല്ല. ഈ 3 ഗുണങ്ങളും ഒരു 7 വയസ്സുകാരനിൽ കാണുക പതിവില്ലാത്ത കാര്യമാണ്. ബാഴ്സലോണ ഒട്ടും വൈകിയില്ല. ലമീനെ ലാമാസയിലേക്ക് ക്ഷണിച്ചു. ഏറ്റവും വലിയ ഫുട്ബോൾ അക്കാദമിയാണ് ലാമാസ. ഇതിഹാസങ്ങൾക്ക് ജന്മം നൽകിയ ആ അക്കാദമിയിൽ ലാമിൻ യമാലിനെ പരിശീലിപ്പിച്ചു. ലയണൽ മെസ്സി ഉൾപ്പെടെയുള്ള വലിയ താരങ്ങൾ പരിശീലിച്ച അതേ കളരി. റോക്കഫോണ്ടയിലെ എമിഗ്രൻ്റായ ഒരു ബാലന് എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ആകാശമായിരുന്നു ലാമാസ. ലാമാസ ഒരു ഫുട്ബോൾ അക്കാദമി മാത്രമായിരുന്നില്ല, ഫുട്ബോളിൻ്റെ ഫിലോസഫി ആയിരുന്നു ലാമാസ. ലാമാസയുടെ ഫിലോസഫി വളരെ പ്രശസ്തമാണ്. പന്ത് നിയന്ത്രിക്കുക, വേഗത്തിൽ പാസ് ചെയ്യുക, സ്ഥലം മനസ്സിലാക്കുക, സ്ഥിരം മൂവ് ചെയ്യുക, ശാരീരിക ശക്തിയേക്കാൾ ടെക്നിക്കിൽ വിശ്വസിക്കുക, ബുദ്ധി ഉപയോഗിച്ച് കളിക്കുക. ലമീൻ ഈ ഫിലോസഫിക്ക് എല്ലാം കൊണ്ടും അനുയോജ്യനായ ആളായിരുന്നു. ഒരു ചെസ് മാസ്റ്ററുടെ വൈഭവത്തോടെ കളികളുടെ ടെക്നിക്കുകൾ അവൻ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. അവൻ്റെ കഴിവ് അവനെ സ്വാർത്ഥനാക്കിയില്ല. സഹതാരങ്ങൾക്ക് പാസ് ചെയ്യാൻ അവൻ ഒട്ടും മടിച്ചില്ല. മറ്റുള്ളവരുടെ ഗോളുകളിൽ അവൻ അകമഴിഞ്ഞ് സന്തോഷിച്ചു. 15-ാമത്തെ വയസ്സിൽ ഒരു പുതുചരിത്രം സൃഷ്ടിക്കാൻ ലമീൻ യമാലിന് സാധിച്ചു. ലമീൻ യമാലിൻ്റെ കഴിവ് അസാധാരണമായിരുന്നു. പ്രതിരോധങ്ങളെ മറികടക്കാനും അവസരങ്ങൾ സൃഷ്ടിക്കാനും അസാമാന്യ കഴിവ് ലമീൻ യമാലിനുണ്ടായിരുന്നു. 2023 ഏപ്രിൽ 29 ബാഴ്സലോണ റയൽ ബെറ്റിസിനെതിരെ കളിക്കുകയായിരുന്നു. മത്സരത്തിൻ്റെ അവസാന ഘട്ടത്തിൽ 15 വയസ്സുള്ള കൗമാരക്കാരൻ കളിക്കളത്തിൽ പ്രവേശിച്ചു. ബാഴ്സലോണയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമായിരുന്നു ലാമിൻ യമാൽ. ലാലിഗയിൽ അവൻ അരങ്ങേറ്റം കുറിച്ചു. റോക്കഫോണ്ടയിലെ കൊച്ചുബാലൻ ലോകത്തെ ഏറ്റവും പ്രശസ്തമായ സ്റ്റേഡിയങ്ങളിൽ ഒന്നിൽ കളിക്കുകയായിരുന്നു. അമ്മ കരഞ്ഞു, പിതാവ് ആഹ്ലാദിച്ചു, പ്രിയപ്പെട്ട മുത്തശ്ശി പ്രാർത്ഥിച്ചു. റോക്കഫോണ്ടയിലെ ആളുകൾ എല്ലാവരും അവൻ്റെ മത്സരം കണ്ടു. അവരുടെ പ്രദേശത്തുള്ള ഒരു കൊച്ചുബാലൻ ലോകത്തിലെ ഏറ്റവും വലിയ ക്ലബിൻ്റെ ജേഴ്സി ധരിച്ചിരിക്കുന്നു. 2023 സെപ്റ്റംബറിൽ ലമീൻ യമാൽ സ്പെയിനിൻ്റെ ദേശീയ ടീമിൽ അരങ്ങേറ്റം കുറിച്ചു. അന്നവന്
16 വയസ്സ് മാത്രമായിരുന്നു പ്രായം. സ്പെയിനിന് വേണ്ടി കളിച്ച ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി ലാമിൻ യമാൽ. പിന്നീട് അവൻ ഗോൾ നേടി, ദേശീയ ടീമിന് വേണ്ടി ഗോൾ നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ ആളായിരുന്നു ലാമിൻ യമാൽ. ഓരോ മത്സരങ്ങളും പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചു. 2024 ജൂലൈ 14 സ്പെയിൻ ഇംഗ്ലണ്ടിനെതിരെ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇറങ്ങി. ലാമിൻ യമാലിന് വയസ്സ് 17. യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരമായിരുന്നു ലാമിൻ യമാൽ. സ്റ്റേഡിയത്തിൽ 70,000-ലധികം ആരാധകർ ഉണ്ടായിരുന്നു. ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകൾ മത്സരം കണ്ടു. മത്സരം കടുത്തതായിരുന്നു, സമ്മർദ്ദം വലുതായിരുന്നു. എന്നാൽ ലാമിൻ തൻ്റെ സ്വാഭാവിക ശൈലിയിൽ കളിച്ചു. വലതുവശത്ത് നിന്ന് ആക്രമിച്ചു, നിരോധകരെ ഡ്രിബിൾ ചെയ്തു, അവസരങ്ങൾ സൃഷ്ടിച്ചു, കൃത്യമായ പാസുകൾ നൽകി. ഒടുവിൽ അവസാന വിസിൽ മുഴങ്ങി. സ്പെയിൻ യൂറോപ്യൻ ചാമ്പ്യന്മാരായി. ലാമിൻ യമാൽ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി മാറി. സ്പെയിനിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ വികാരനിർഭരമായ വലിയ സ്വീകരണമാണ് അവന് ലഭിച്ചത്. ബാഴ്സലോണയുമായി കരാർ ഒപ്പിടുമ്പോൾ കോടിക്കണക്കിന് ഡോളറുകൾ ലഭിക്കുന്ന ആ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയാകാൻ, മില്യൺ കണക്കിന് ഡോളറുകൾ ലഭിക്കുന്ന കരാറിൽ ഒപ്പിടുമ്പോൾ അവന് ഒരു നിബന്ധനയുണ്ടായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട വല്യുമ്മയുണ്ടാകണം. അവൻ്റെ ജീവിതത്തിലെ എല്ലാമായിരുന്നു അവൻ്റെ പിതാവിൻ്റെ ഉമ്മ ഫാത്തിമ. അവർ മൊറോക്കോയിൽ നിന്ന് 40-ാമത്തെ വയസ്സിൽ സ്പെയിനിൽ എത്തിയതാണ്. അതുകൊണ്ട് തൻ്റെ വല്യുമ്മയുടെ കൈ പിടിച്ചുകൊണ്ടാണ് ലാമിൻ യമാൽ ആ കരാർ ഒപ്പിടാൻ വേണ്ടി വന്നത്. തൻ്റെ അഭയവും ആശ്രയവും പ്രതീക്ഷയും പ്രചോദനവും എല്ലാം തൻ്റെ ഗ്രാൻഡ് മദറാണെന്ന് ലാമിൻ യമാൽ വിശ്വസിക്കുന്നു. സ്വപ്നം കാണാൻ പോലും ബുദ്ധിമുട്ടായിരുന്ന ഒരു പ്രദേശത്ത് നിന്ന് അവൻ ലോകത്തിൻ്റെ നെറുകയിലേക്ക് നടന്നു കയറി. ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ അർജന്റീനക്കെതിരെ, മെസ്സിക്കെതിരെ ലാമിൻ യമാൽ സ്പെയിനിന് വേണ്ടി ഗ്രൗണ്ടിലിറങ്ങുമ്പോൾ ആ നേട്ടത്തിൻ്റെ പിന്നിൽ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും കൊടിയ ദാരിദ്ര്യത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും കഥയുണ്ട് എന്നാണ് നാം ഓർക്കേണ്ടത്.